ഫ്രണ്ട്സ്, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പവേഴ്സ് ആൻഡ് എക്സ്പോണൻസ് അല്ലെങ്കിൽ കൃത്യങ്ക നിയമങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അതിലെ വളരെ ട്രിക്കി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഇപ്പൊ ബോർഡിൽ കാണാൻ സാധിക്കുന്നത്. ഫൈൻഡ് ദ ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് 250 raised to 289 plus 366 raised to 322. അന്നേരം ഇത് സോൾവ് ചെയ്യുന്നതിന് മുമ്പ് ചില റൂൾസും കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെൽ ഐക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. ഇനി മാത്സ് ഇംഗ്ലീഷിനായിട്ട് ഞാൻ പ്രത്യേകം പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്റെ ചാനലിൽ തന്നെ ഇപ്പോൾ പ്ലേലിസ്റ്റ് എന്ന ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്സിന്റെയും ഇംഗ്ലീഷിന്റെയും ക്ലാസ്സുകൾ ഓർഡറിന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് 3 കാര്യങ്ങൾ ഒന്ന് പറയാണ്. എനി നമ്പർ റൈസ് ടു 0, അതായത് എ റൈസ് ടു 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരം 1 ആണ്. ഇപ്പോൾ 1 റൈസ് ടു 0, 2 റൈസ് ടു 0, 3 റൈസ് ടു 0, അങ്ങനെ ഏത് നമ്പേഴ്സ് എടുത്താലും റൈസ് ടു 0 എന്താണ്? എപ്പോഴും 1 ആണ്. ഇനി എനി നമ്പർ റൈസ് ടു 1 എന്ന് പറഞ്ഞാൽ ആ നമ്പർ തന്നെയായിരിക്കും. 1 റൈസ് ടു 1, 2 റൈസ് ടു 1, 3 റൈസ് ടു 1, അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? ആ നമ്പർ തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. 1 റൈസ് ടു 1 1 ആണ്, 2 റൈസ് ടു 1 2 ആണ്, 3 റൈസ് ടു 1 3 ആണ്. ഇനി 0 റൈസ് ടു 0 എന്ന് പറഞ്ഞ ഒരു എക്സെപ്ഷണൽ കേസാണ്. അത് അൺഡിഫൈൻഡ് ആണ്. നിങ്ങൾക്കിപ്പോൾ ബോർഡിനകത്ത് 0 മുതൽ 9 വരെയുള്ള ഡിജിറ്റ്സ് കാണാൻ സാധിക്കും. അതിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് 0, 1, 5, 6 എന്നീ 4 ഡിജിറ്റ്. ഏതൊക്കെയാണ്? 0, 1, 5, 6 എന്നീ 4 ഡിജിറ്റിൽ അവസാനിക്കുന്ന സംഖ്യകളെ കുറിച്ചാണ്. ഓക്കെ, അന്നേരം ആ സംഖ്യകളുടെ റൂളും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ആദ്യത്തെ ഡിജിറ്റ് 0 നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, അന്നേരം 0യുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കറിയാം 0 റൈസ് ടു 1 0 ആണ്, 0 റൈസ് ടു 2 0 ആണ്, 0 റൈസ് ടു 3 0 റൈസ് ടു 4 0 റൈസ് ടു n വരെ വന്നാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി നമ്മൾ പറയാണ് 0യിൽ എൻഡ് ചെയ്യുന്ന ഒരു സംഖ്യ എടുക്കുകയാണ്. ഇപ്പോ 30, അവിടെ യൂണിറ്റ് ഡിജിറ്റിൽ എന്താ വന്നേക്കുന്നത്? 0 ആണ് വന്നേക്കുന്നത്. ഒരു പവർ ഉണ്ട് 19, എങ്കിൽ നമ്മൾ ഒന്നും നോക്കണ്ട, കിട്ടുന്ന ആൻസറിന്റെ യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. 240 ഇച്ചിരി കൂടെ വലിയ നമ്പറാണ്. അവിടെയും ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്? 0 ആണ്. 25 എന്ന് പറഞ്ഞൊരു പവർ ഉണ്ട്. ഈ 25ന് വരെ 30 വന്നാലും 36 വന്നാലും 123യോ ഏത് ലാർജ് നമ്പർ വന്നാലും നമുക്ക് കിട്ടുന്ന ആൻസറിന്റെ യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. 21,550 റൈസ് ടു 20, അവിടെ ലാസ്റ്റ് ഡിജിറ്റ് 0 ആണ്. ഒരു പവർ ഉണ്ട്. അവിടെ കിട്ടുന്ന ആൻസറിന്റെയും യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 0 തന്നെ ആയിരിക്കും. 1 ആണ് അടുത്ത നമ്പർ. ഓക്കെ, അന്നേരം നമുക്കറിയാം 1 റൈസ് ടു 1 1 ആണ്, 1 റൈസ് ടു 2 1 റൈസ് ടു 3 1 റൈസ് ടു എനി നമ്പർ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? 1 ആയിരിക്കും. അല്ലെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് എന്താണ്? 1 ആണ്. ഇനി 1ൽ എൻഡ് ചെയ്യുന്ന ഏതൊരു നമ്പർ നമ്മൾ എടുക്കുകയാണ്. അപ്പം 21 റൈസ് ടു 29, ഈ 21 എന്ന് പറയുന്ന നമ്പറിന്റെ 1s പ്ലേസിലെ ഡിജിറ്റ് 1 ആണ്. പിന്നെ ഒരു പവർ തന്നിട്ടുണ്ട്. അന്നേരം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടുത്തെ 1s പ്ലേസിലെ ഡിജിറ്റ് 1 ആണെങ്കിൽ ഒന്നും നോക്കണ്ട, നമുക്ക് കിട്ടുന്ന ആൻസറിന്റെ യൂണിറ്റ് പ്ലേസിലെ ഡിജിറ്റ് എന്ന് പറയുന്നതും 1 തന്നെ ആയിരിക്കും. ഇപ്പം 21 റൈസ് ടു 46 വന്നാലും 21 റൈസ് ടു 56 വന്നാലും ഏത് നമ്പർ വന്നാലും പവറായിട്ട് വന്നാലും യൂണിറ്റ് ഡിജിറ്റ് 1 ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസറിന്റെ യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 1 തന്നെ ആയിരിക്കും. അടുത്ത പറയാം 231 റൈസ് ടു 446, ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് 1 ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറിന്റെയും യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 1 തന്നെ ആയിരിക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ, ഏതൊരു നമ്പർ തന്നിട്ടും അതിന്റെ ഒരു പവർ ചോദിച്ചു, യൂണിറ്റ് ഡിജിറ്റ് 1 ആണെങ്കിൽ അതുപോലെ അങ്ങ് എഴുതുക. 1 തന്നെ അങ്ങ് യൂണിറ്റ് ഡിജിറ്റ് ആയിട്ട് എഴുതുക. ഓക്കെ, നമുക്ക് ഇനി അടുത്തൊരു എക്സാമ്പിളിലേക്ക് വരാം. 5 ആണ് ഇനി നമ്മുടെ നമ്പർ. 5 റൈസ് ടു 1 5 ആണ് ഇല്ലേ? അന്നേരം യൂണിറ്റ് ഡിജിറ്റ് എന്താണ്? 5 ആണ്. 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 ആണ്. അവിടെ യൂണിറ്റ് ഡിജിറ്റ് എന്താണ്? 5 ആണ്. 5 ക്യൂബ് എന്ന് പറഞ്ഞാൽ 125 ആണ്. അവിടെ യൂണിറ്റ് ഡിജിറ്റ് വന്നത് 5 ആണ്. അന്നേരം 5 റൈസ് ടു എനി നമ്പർ നമ്മൾ എടുത്തു കഴിഞ്ഞാലും നമ്മുടെ യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 5 ആയിരിക്കും. ഇനി 5ൽ എൻഡ് ചെയ്യുന്ന ഏത് സംഖ്യ നമ്മൾ എടുക്കുകയാണ്? 225, ഒരു ലാർജ് നമ്പർ ആണ്. അന്നേരം 225 റൈസ് ടു 20 ആണ് വന്നേക്കുന്നത്. അന്നേരം എത്ര വലിയ പവർ ആണെങ്കിലും നമുക്ക് കിട്ടുന്ന ആൻസറിന്റെ യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 5 ആയിരിക്കും.
655/20. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണ്, യൂണിറ്റ് ഡിജിറ്റ് 5 ആണ്. അന്നേരം എന്തായിരിക്കും കിട്ടുന്ന ആൻസറിന്റെയും യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കും 5 ആയിരിക്കും. നമുക്ക് അടുത്ത എക്സാമ്പിളിലേക്ക് വരാം. 6/1 എത്രയാണ്? 6 തന്നെയാണ്. അന്നേരം യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കും 6 ആണ്. 6 സ്ക്വയർ എത്രയാണ്? 36 ആണ്. യൂണിറ്റ് ഡിജിറ്റ് 6 ആണ്. 6 ക്യൂബ് എത്രയാണ്? 260. യൂണിറ്റ് ഡിജിറ്റ് 6 ആണ്. ഇനി 6ൽ എൻഡ് ചെയ്യുന്ന ഏതൊരു നമ്പർ എടുത്തിട്ടും അതിന്റെ പവർ നമ്മൾ ചോദിച്ചേക്കാണ്. അന്നേരം നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും 6 തന്നെയായിരിക്കും. 266/20. എൻഡ് ചെയ്യുന്ന നമ്പർ 6 ആണ്. യൂണിറ്റ് ഡിജിറ്റ് 6 ആണ്. 3146 അതൊരു ലാർജ് നമ്പർ ആണ്. അവിടെയും 6 ആയിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസറിന്റെ യൂണിറ്റ് ഡിജിറ്റ്. ഇനി നമുക്ക് ചില എക്സാമ്പിൾസ് നോക്കാം. 250/289. ഇവിടെ 250 എന്ന് പറയുന്ന നമ്പർ എൻഡ് ചെയ്ത അതിന്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 0 ആണ്. അന്നേരം 250 എനി നമ്പർ ആയാൽ അതിന്റെ ഉത്തരം എന്താണ്? ഉത്തരത്തിന്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 0 ആണ്. എന്തുത്തരം കിട്ടിയാലും ആ ഉത്തരത്തിന്റെ യൂണിറ്റ് ഡിജിറ്റ് 0 ആണ്. 366/322 യൂണിറ്റ് ഡിജിറ്റ് 6 ആണ്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ത് കിട്ടിയാലും അതിന്റെ യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കും 6 തന്നെയായിരിക്കും. 341/223 ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് 1 ആണ്. അതായത് അതിന്റെ ആൻസറിന്റെ യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കും 1 ആണ്. 225/224 225 5ലാണ് എൻഡ് ചെയ്തത്. യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കും 5ലായിരിക്കും. പവർ എത്ര വലുതായാലും. നമ്മുടെ ചോദ്യം ഇതായിരുന്നു 250/289 പ്ലസ് 366/322. അന്നേരം 250 എനി നമ്പർ അവിടെ യൂണിറ്റ് പ്ലേസിലെ ഡിജിറ്റ് ഏതായിരിക്കും 0 ആയിരിക്കും. യൂണിറ്റ് പ്ലേസിൽ 0 ആണ്. പിന്നെ ഇവിടെ കുറെ നമ്പേഴ്സ് കാണും. വലിയൊരു ഡിജിറ്റ് അല്ലേ, അതിന്റെ കുറെ നമ്പേഴ്സ് കാണും. പക്ഷെ യൂണിറ്റ് പ്ലേസിലെ ഡിജിറ്റ് എന്തായിരിക്കും 0 ആയിരിക്കും. പ്ലസ് 366/322. അന്നേരം അവിടെ യൂണിറ്റ് പ്ലേസിലെ ഡിജിറ്റ് എത്രയാണ് 6 ആണ്. ഇതൊരു ബിഗ് നമ്പർ ആണ്. ഓക്കെ, അന്നേരം രണ്ട് ബിഗ് നമ്പേഴ്സ് ആണ്. അന്നേരം ഇത് എപ്പോഴും ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സംഖ്യയുടെ യൂണിറ്റ് ഡിജിറ്റ് എത്രയായിരിക്കും? അന്നേരം എപ്പോഴും ഇത് ആഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ സംഖ്യ നമ്മൾ ആദ്യം ഇങ്ങനെ എഴുതും, പ്ലസ് രണ്ടാമത്തെ സംഖ്യ എഴുതും. ഓക്കെ, എന്നിട്ട് ആഡ് ചെയ്യും. ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 0 + 6 6. കിട്ടുന്ന അവസാനത്തെ ആൻസറിന്റെ യൂണിറ്റ് പ്ലേസിലെ ഡിജിറ്റ് എത്രയായിരിക്കും? 6 തന്നെയായിരിക്കും. ഓക്കെ, നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ് എന്ത് ചെയ്യുന്നത്? സോറി, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എപ്പോഴും ആഡ് ചെയ്ത് പോകുന്നത്. അന്നേരം ഇവിടെ യൂണിറ്റ് പ്ലേസിലെ ഡിജിറ്റ് എത്രയാണ്? 6 ആണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഇതുപോലുള്ള പ്രോബ്ലംസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ 0 1 5 6ന്റെ റൂൾ ആണ് പറഞ്ഞത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് 2 3 7 8 9 ഇതുപോലുള്ള ഡിജിറ്റ്സിന്റെ റൂൾ ആണ് പറയാൻ പോകുന്നത്. ഒരു ക്ലാസ് നമ്മൾ മുമ്പേ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഇതിന്റെയൊക്കെ റൂൾസ് പറഞ്ഞിട്ട് 3യുടെയും 7ന്റെയും റൂള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും ഒരു തിയറി ആയിട്ട് അടുത്ത ക്ലാസ്സിൽ 2 3 7 8 9 ഇവയുടെ റൂൾസ് ആണ് പറയാൻ പോകുന്നത്.